അഞ്ചുതെങ്ങ് കായൽ പശ്ചാത്തലമൊരുക്കുന്ന പണയിൽക്കടവിൽ നിന്നാണ് വക്കം ഗ്രാമപഞ്ചായത്ത് തുടങ്ങുന്നത്. ഭൂമിശാസ്ത്രപരമായി സ്വച്ഛമാണ്, മനോഹരമാണ്. എന്നാൽ ഭൂമിശാസ്ത്രം രാഷ്ട്രീയത്തിലേക്ക് കടക്കുമ്പോൾ ഇങ്ങനെയല്ല സ്ഥിതി. മുന്നണികൾ തമ്മിലും മുന്നണിക്കുള്ളിലും പരസ്പരം മത്സരങ്ങളും ഗുസ്തിപിടുത്തവും നടക്കുന്ന വക്കം ഗ്രാമപഞ്ചായത്ത്. തല്ലും പിടിയും ഉള്ളൂ മൊത്തവും ആണല്ലേ? ഓ, അടിപിടിയും തള്ളും പിടിയും ഒന്നും ഒക്കെ ഉള്ളൂ. കുറേ വർഷം ഇടതോരം ചേർന്ന് നിന്ന പഞ്ചായത്താണ്. ഇടതുപക്ഷക്കാർ ഉരുക്കുകോട്ടയെന്ന് വിശേഷിപ്പിച്ച വക്കം ഗ്രാമപഞ്ചായത്ത്. ഏതാണ്ട് 15 വർഷങ്ങൾക്ക് ശേഷമാണ് 2000-ൽ UDF ഈ പഞ്ചായത്തിൽ അധികാരത്തിലേറുന്നത്. അന്നത്തെ കക്ഷി നില എങ്ങനെയെന്ന് പരിശോധിച്ചാൽ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാകും. 2020-ൽ 14-ൽ 7 സീറ്റോടെ UDF ആണ് അധികാരത്തിലേറിയത്. ഇവിടെ മുഖ്യ പ്രതിപക്ഷമായി 5 സീറ്റോടെ NDA ആണുള്ളത്. ഒപ്പം 2 സീറ്റ് മാത്രമായി LDF ഉണ്ട്. പഞ്ചായത്ത് എങ്ങനെ മാറി ചിന്തിച്ചു എന്നറിയണമെങ്കിൽ 5 വർഷം പിന്നോട്ടേക്ക് പോകണം. 2015-ലെ കണക്കുകൾ കൂടി പരിശോധിക്കാം. UDFന് അന്ന് 6 സീറ്റുകളായിരുന്നു. LDF ആയിരുന്നു അന്ന് ഭരണമുന്നണി, 7 സീറ്റുകളുമായി. അന്ന് BJPക്ക് 1 സീറ്റ് മാത്രമാണ് ഉണ്ടായത്. അതായത് വലിയ വളർച്ചയാണ് ഈ പഞ്ചായത്തിൽ BJPക്ക് ഉണ്ടായത്. അതിന് അതിൻ്റെതായ കാരണമുണ്ടെന്നും പറയുന്നുണ്ട്. സത്യത്തിൽ അഴിമതിയാണ്. അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ഒരു ഭരണസമിതിയാണ് ഇവിടെ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായിട്ട്. അഴിമതിയേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. അവരിൽ എടുത്തു പറയത്തക്ക ഒന്നുമില്ല. അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇപ്പോൾ 5 സീറ്റ് ലഭിച്ചത്. 15 വർഷങ്ങൾക്ക് ശേഷം പഞ്ചായത്തിൽ UDF ഭരണം നേടിയെങ്കിലും കോൺഗ്രസിലെ തമ്മിൽ തല്ല് പലപ്പോഴും പാർട്ടിയുടെ മുഖച്ഛായയ്ക്ക് കോട്ടമേൽപ്പിക്കുന്നുണ്ട്. അല്ല, അത് ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചില മെമ്പർമാർക്ക് അവരുടേതായ വാർഡുകളിൽ ചില വിഷമങ്ങൾ വരുന്ന സമയത്ത് അവർ സ്വാഭാവികമായിട്ടും പ്രതികരിക്കും. അത് ആ ഒരു രീതിയിലുള്ള പ്രതികരണമായിട്ട് അതിനെ കണ്ടാൽ മതി. പരമ്പരാഗതമായി ഇടത്തേക്ക് ചായ്വുണ്ടായിരുന്ന പഞ്ചായത്ത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി മാറി ചിന്തിക്കുകയാണ്. വലിയ മുന്നേറ്റം BJPയിലുണ്ടായി. അതിന് കാര്യം മുഖ്യ രാഷ്ട്രീയ പാർട്ടികളായ മാർക്സിസ്റ്റ് പാർട്ടിയോടും കോൺഗ്രസിനോടുമുള്ള എതിർപ്പായിരുന്നു. 2 പാർട്ടികളിലെയും കെടുകാര്യസ്ഥത, അഴിമതി, സ്വാർത്ഥ താല്പര്യങ്ങൾ, അതിനെല്ലാം പടുത്ത് മറ്റൊരു ഓപ്ഷന് വേണ്ടി ആളുകൾ നിൽക്കുകയാണ്. പ്രമുഖ രാഷ്ട്രീയ മുന്നണികൾക്കൊപ്പം V4 വക്കം എന്ന സംഘടനയും തിരഞ്ഞെടുപ്പ് രംഗത്തുണ്ട്. ചതുഷ്കോണ മത്സരം നടക്കുന്ന പഞ്ചായത്തിലെ ജനവിധി എന്താകുമെന്ന ആകാംക്ഷയിലാണ് ജനങ്ങൾ. വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ ഏറെ നടന്നിട്ടുണ്ടെങ്കിലും ഇവിടുത്തെ ഗുസ്തിപിടുത്തമാണ് ഏറെ ചർച്ചയാകുന്നത്. പഞ്ചായത്തിലെ അടിപിടി കഥകൾ പൂട്ടിക്കെട്ടാൻ ആർക്ക് കഴിയും എന്നതാണ് ജനങ്ങളുടെ ചോദ്യം. അനൂപ് എം. ആറിനൊപ്പം രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.